ഗോത്രവർഗ വിഭാഗങ്ങളുടെ സംസ്കാരവും ഭക്ഷണരീതിയുമെല്ലാം ഒരു കുടക്കീഴിലെത്തിച്ച് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കിർത്താഡ്സ്. നിറതിങ്ക എന്ന പേരിൽ കിർത്താഡ്സിൽ നടത്തുന്ന കലാ സാംസ്കാരിക ഭക്ഷ്യ വൈദ്യമേള ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. പല നാടുകളിൽ പല ഊരുകളിൽ പാർക്കുന്ന ഗോത്രജനതയുടെ ജീവിതത്തെക്കുറിച്ചറിയാൻ ഗോത്രനിമയുടെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ ചേവായൂർ കിർത്താഡ്സിൽ സംഘടിപ്പിച്ച നിറതിങ്ക ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ഗോത്ര സംസ്കാരങ്ങളുടെ അടയാളപ്പെടുത്തലുകളുമായിട്ടാണ് കിർത്താഡ്സിൽ നിറതിങ്ക ഒരുക്കിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള പട്ടികവർഗ സമുദായാംഗങ്ങളാണ് കിർത്താഡ്സിൽ എത്തിയിട്ടുള്ളത്. തദ്ദേശീയ രുചിക്കൂട്ടുകൾ, വൈദ്യവിജ്ഞാനം, 10ഓളം തദ്ദേശീയ വൈദ്യന്മാരും ആവിക്കുളിയും മേളയുടെ ആകർഷണങ്ങളാണ്. പാലക്കാട്, തിരുവനന്തപുരം, വയനാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 ടീമുകളാണ് ഇത്തവണ നിറതിങ്കയിൽ ഭക്ഷ്യസ്റ്റാളുകൾ ഒരുക്കുന്നത്. കീരപ്പൊരി, തേനട, വേനസുന്ദരി തുടങ്ങിയ പാലക്കാടൻ അട്ടപ്പാടി വിഭവങ്ങൾക്കൊപ്പം പരണ്ടക്കായ പായസം, പരണ്ടക്കായ കഞ്ഞി, കന്ന ഉപ്പുമാവ് തുടങ്ങിയ അഗസ്ത്യാർകോട വിഭവങ്ങൾ, കൂടാതെ കിള്ളിപ്പിട്ട്, കാരക്കുണ്ടപ്പം തുടങ്ങിയ വയനാടൻ രുചി വിഭവങ്ങളും മേളയിലുണ്ട്. തദ്ദേശീയ എഴുത്തുകാരുടെ സാഹിത്യ സംഗമമാണ് മേളയിലെ പ്രധാന ആകർഷണം. വ്യാഴാഴ്ച സാഹിത്യ സംഗമത്തിൽ എഴുത്തുകാരായ അജയ് പനമരം, ധന്യ വേങ്ങശ്ശേരി, സീന തച്ചങ്ങാട്, ഗവേഷകൻ മധു നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അജയ് പനമരം ഡോക്യുമെന്ററി ഫിലിമിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. ജീവിതാനുഭവങ്ങളാണ് ആവിഷ്കാരമായി മാറിയിട്ടുള്ളതെന്നും പ്രതികരിച്ചു. കവികളായ ധന്യ വേങ്ങശ്ശേരി, സീന തച്ചങ്ങാട് തുടങ്ങിയവർ തങ്ങളുടെ കവിതാനുഭവങ്ങൾ പങ്കുവച്ചു. തനത് ഭാഷ പല കാരണങ്ങളാൽ കൈമോശം വന്നു പോകുന്നതിൽ പ്രയാസം തോന്നിയാണ് തനത് ഭാഷയിൽ തന്നെ എഴുത്തുകൾ തുടങ്ങിയതെന്നും തനത് ഭാഷയിൽ എഴുതുന്ന എഴുത്തുകാരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് എഴുത്തു തുടങ്ങിയതെന്നും യുവകവി ധന്യയും പ്രതികരിച്ചു. പുതിയ തലമുറയിലുള്ള ഒരു ആൾക്ക് നമ്മുടെ ഭാഷ ഒരു 80-85% ഭാഷ സംസാരിക്കാൻ പറ്റാത്ത കുട്ടികളായി നമ്മുടെ മക്കൾ മാറുന്നു. അതൊരു വലിയ ഒരു വേദനയായിട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ കിടക്കുകയാണ്. ഏറെ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചാണ് തന്റെ നേരിന്റെ ഉള്ളരടുകൾ ഉൾപ്പെടെയുള്ള കൃതികൾ പ്രസിദ്ധീകരിച്ചതെന്നും തന്റെ നേരനുഭവങ്ങളാണ് കവിതയായി രൂപപ്പെട്ടതെന്നും സീന പ്രതികരിച്ചു. സീനയും ധന്യയും തങ്ങളുടെ കവിതകൾ അവതരിപ്പിച്ചാണ് ശ്രോതാക്കളുമായി സംവദിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.